നേപ്പാളിനെ ഒറ്റ നിമിഷം കൊണ്ട് നിശ്ചലമാക്കിയ യുവജന പ്രക്ഷോഭം. യുവതലമുറ സകലതും നശിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. തികച്ചും നാടകീയമായ രംഗങ്ങളായിരുന്നു സകലതും. ദുർബലമായ ജനാധിപത്യത്തിന്റെ ആസ്ഥാനമായ നേപ്പാൾ പാർലമെന്റ് മന്ദിരത്തിൽ നിന്ന് പുക ഉയരുന്നതിന്റെയും സൈനിക ഹെലികോപ്റ്ററിൽ കയറി തൂങ്ങി പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും അവരുടെ കുടുംബാംഗങ്ങളുമൊക്കെ രക്ഷപ്പെടുന്നതിന്റെയും വീഡിയോകളും ചിത്രങ്ങളും മറ്റും സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിറഞ്ഞിരുന്നു. KP ശർമ്മ ഒലിക്ക് രാജിവെച്ച് ജീവനും കൊണ്ട് പലായനം ചെയ്യേണ്ടി വന്നു. ഇങ്ങനെയൊക്കെ ചെയ്ത യുവജനത്തിന്റെ മാനസികാവസ്ഥ എന്തായിരുന്നു? നേപ്പാളിലെ രാഷ്ട്രീയ ഉന്നതർ ചീട്ടുകൊട്ടാരങ്ങൾ പോലെ തകർന്നു. അവസാനമായി കേട്ടത് ഒലി ശിവപുരിയിലെ ഒരു സുരക്ഷിത സ്ഥലത്ത് സൈനിക ബാരക്കിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നാണ്. കാര്യം ഇനിയാണ്. നേപ്പാളിൽ അസംഘടിതരായ യുവാക്കളുടെ നേതൃത്വത്തിൽ നടന്ന ജെൻസി പ്രതിഷേധങ്ങൾക്ക് ഒരു പ്രത്യേക രാഷ്ട്രീയ സ്വഭാവമൊന്നുമില്ല. മാവോയിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ് സംഘടനകളുടെ പതിറ്റാണ്ടുകളായി കുറെ പ്രായമായ നേതാക്കന്മാർ അധികാരത്തിൽ വരുന്നു, പോകുന്നു, അധികാരം മുറുക്കുന്നു. ഇതിനപ്പുറം ഈ യുവാക്കൾ മറ്റൊന്നും കണ്ടിട്ടുമില്ല. ഇത്രയേറെ നേതാക്കന്മാരും സർക്കാരുകളും വന്നിട്ടും പോയിട്ടും ഈ യുവജനം ആവശ്യപ്പെട്ട ജോലികളോ അവസരങ്ങളോ വിദൂരമായി പോലും ആർക്കും നൽകാൻ കഴിഞ്ഞില്ല. ലോകത്തിൽ വികസനത്തിൽ പിന്നിലുള്ള രാജ്യങ്ങളിലൊന്നായ നേപ്പാളിലെ യുവാക്കളിൽ 5-1 പേരും തൊഴിലില്ലാത്തവരാണ്. 2024 15-നും 24-നും പ്രായപരിധിയിലുള്ളവരുടെ തൊഴിലില്ലായ്മ നിരക്ക് ഏകദേശം 21% വേൾഡ് ബാങ്ക് ഡേറ്റ കാണിക്കുന്നുണ്ട്. നേപ്പാളിന്റെ GDPയുടെ 1/3 കൂടുതൽ വരുന്നത് വിദേശത്ത് നിന്നാണ്. അതായത് ഈ യുവാക്കൾ ജോലി തേടി വിദേശത്തേക്ക് പോകാൻ നിർബന്ധിതരാകുന്നുണ്ട്. ഇങ്ങനെ പോയ യുവാക്കൾ അയക്കുന്ന പണമാണ് GDPയുടെ ഈ ഒരു പങ്കിൽ ഉൾപ്പെടുന്നത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ നേപ്പാൾ തെരുവുകളിൽ നിരാശരായ യുവാക്കൾ അഴിച്ചുവിട്ട നാടകീയമായ അക്രമം വളരെ ശക്തമായ രോഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിന് കാരണം എന്താണ്? നിഹിലിസമാണ് ഇതിൻ്റെയൊക്കെ കാരണം. ജീവിതത്തിന് ആന്തരികമായ അർത്ഥമോ ലക്ഷ്യമോ ഒരു വസ്തുനിഷ്ഠമായ മൂല്യമോ ഇല്ല എന്ന ഒരു ഫിലോസഫിക്കൽ വ്യൂ ആണ് നിഹിലിസം എന്ന് പറയുന്നത്. അതായത് എല്ലാ മൂല്യങ്ങളും അടിസ്ഥാനരഹിതമാണെന്നും ഒന്നും അറിയാനോ ആശയവിനിമയം നടത്താനോ കഴിയില്ലെന്നുമുള്ള വിശ്വാസമാണ് നിഹിലിസം. ഇത് പലപ്പോഴും തീവ്രമായ പെസിമിസം, അതായത് ശുഭാപ്തി വിശ്വാസം, ഇല്ലായ്മ, പിന്നെ സംശയങ്ങൾ എന്നിവയൊക്കെയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിഹിലിസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് മിക്കപ്പോഴും ധാർമ്മിക സത്യങ്ങൾ, അറിവ്, മതവിശ്വാസങ്ങൾ എന്നിവയെ നിരാകരിക്കുന്നു. നേപ്പാൾ അങ്ങനെ കണ്ടത് യുവാക്കൾ സർവ്വതും നശിപ്പിക്കുന്നതിന്റെ, കൊള്ള ചെയ്യുന്നതിന്റെ അക്രമാസക്തമായ നിഹിലിസത്തിന്റെ പ്രകടനമായിരുന്നു. ജനസംഖ്യയുടെ 40% വരുന്ന ഈ യുവാക്കൾ സിസ്റ്റമാറ്റിക് നെപ്പോട്ടിസം, അതായത് വ്യവസ്ഥാപരമായ സ്വജന പക്ഷാപാതം, ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ അല്ലാതെ അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് സാധാരണയായി ജോലിയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളിൽ കുടുംബാംഗങ്ങൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ അന്യായമായ നേട്ടങ്ങൾ നൽകുന്ന ഒരു രീതി. പിന്നെ അഴിമതി, സാമ്പത്തിക സ്തംഭനാവസ്ഥ എന്നിവയിൽ മടുത്തു. കൂടാതെ ഭരണവർഗത്തിന്റെ അധികാരം പിടിച്ചെടുക്കുന്നതിലുള്ള അസംതൃപ്തി, ഈ ഭരണകൂടങ്ങളുടെ കഴിവില്ലായ്മയും ചൂഷണവും യുവാക്കൾക്ക് ജോലി, വികസനം എന്നിവയിലേക്കുള്ള ഒരു പ്രായോഗിക പാതയും അവശേഷിപ്പിച്ചില്ല. ഇനിയാണ് ശരിക്കും കാര്യം. ടിക്ടോക്ക്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഈ നിരാശയിൽ വഹിച്ച പങ്ക് ചെറുതല്ല. അസംതൃപ്തരായ യുവാക്കളിലേക്ക് ഈ പ്ലാറ്റ്ഫോമുകൾ ലോകത്തെ തുറന്നു കാണിച്ചു. ഇനിയാണ് മാനസികാവസ്ഥയുടെ കാര്യം വരുന്നത്. ശരിക്കും കാര്യം ഇങ്ങനെയാണ്. ടിക്ടോക്ക്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഈ ഒരു നിരാശയിൽ വഹിച്ച പങ്ക് ചെറുതല്ല. അസംതൃപ്തരായ യുവാക്കളിലേക്ക് ഈ പ്ലാറ്റ്ഫോമുകൾ ലോകത്തെ തുറന്നു കാണിച്ചു. പ്രതീക്ഷയില്ലാത്ത ഭാവിയും സമൃദ്ധമായ നാളെയും തമ്മിലുള്ള വ്യത്യാസം കാണിച്ചു കൊടുത്തു. സർക്കാർ ജോലികൾ, വിദേശ വിദ്യാഭ്യാസം മുതൽ ഡിസൈനർ ഹാൻഡ് ബാഗുകൾ, ആഡംബര ആനുകൂല്യങ്ങൾ വരെയുള്ളവയിൽ കോട്ട നേടുന്ന നെപ്പോ കിഡ്സിന്റെ അല്ലെങ്കിൽ അവരുടെ ജീവിത ശൈലി, വരേണ്യവർഗ പദവി എന്നിവയൊക്കെ ഈ പ്ലാറ്റ്ഫോമുകൾ കാണിച്ചു കൊടുത്തു. അതേസമയം സർവകലാശാല വിദ്യാഭ്യാസം നേടിയ യുവാക്കൾക്ക് സ്ഥിരമായ ജോലികളോ സേവനങ്ങളോ ഇല്ലാതെ ഇരിക്കുകയും ഇവർ കുറഞ്ഞ ശമ്പളത്തിൽ വിദേശത്തേക്ക് പോകേണ്ടി വരികയും ചെയ്തു. ഇത് നീരസം വർദ്ധിപ്പിച്ചു, അവരുടെ പ്രതിഷേധം വർദ്ധിപ്പിച്ചു. അങ്ങനെ പൊതുമുതൽ നശിപ്പിക്കുന്നത് രാഷ്ട്രീയ അക്രമത്തിനെതിരെയുള്ള പ്രതിഷേധമായി മാറി. മറ്റു മാർഗങ്ങൾ നിലവിലില്ലാത്തതിനാൽ പരാതികൾ അറിയിക്കാൻ അക്രമം മാത്രമാണ് ഏക മാർഗമെന്ന നിലയിലായി കാര്യങ്ങൾ. പ്രതീകാത്മക നിഹിലിസമായിരുന്നു അത്. 4-1 ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുപെടുന്ന ഒരു രാജ്യത്ത് സോഷ്യൽ മീഡിയ നിരോധനം ഒരു ട്രിഗറായി മാറുകയായിരുന്നു. യുവാക്കൾ എതിർത്തപ്പോൾ ഭരണകൂടം ക്രൂരമായി ശക്തമായി പ്രതികരിച്ചത് തീർച്ചയായും സഹായിച്ചതുമില്ല. ഇനി ഈ ജെൻസി പ്രതിഷേധങ്ങളുടെ വ്യാപ്തി പരിശോധിക്കുമ്പോൾ കണ്ടൊരു ശൈലിയുണ്ട്. ഭരണകക്ഷിയെയും ക്യാബിനറ്റ് മന്ത്രിമാരെയും അതുപോലെ പ്രതിപക്ഷ നേതാക്കളെയും മുൻ പ്രധാനമന്ത്രിമാരെയും അങ്ങനെ നേതൃത്വങ്ങളെയൊക്കെ തെരുവുകളിലൂടെ ഓടിക്കുന്നു, ആക്രമിക്കുന്നു, ആൾക്കൂട്ടം കൊലപ്പെടുത്തുന്നു. അങ്ങനെ ഒരു ശൈലിയാണ് കണ്ടത്. ഇത് ശരിക്കും മുഴുവൻ രാഷ്ട്രീയ സ്പെക്ട്രത്തോടുള്ള ഒരു പൊതു നിരാശയാണ് സൂചിപ്പിക്കുന്നത്. നിരാശരായ അസംതൃപ്തരായ യുവജനം മന്ത്രിമാരെ തെരുവുകളിലൂടെയും നദികളിലേക്കുമൊക്കെ ഓടിക്കുന്നതിന്റെ ഭയാനകമായ ദൃശ്യങ്ങളായിരുന്നു പിന്നീട് കണ്ടത്.
നിരവധി സ്വത്തുക്കൾ നശിപ്പിക്കപ്പെട്ടു. സുപ്രീം കോടതി കെട്ടിടം മുതൽ പാർലമെന്റ് വരെ, സർക്കാർ ഓഫീസുകൾ മുതൽ രാഷ്ട്രീയക്കാരുടെ വസതികൾ വരെ, രാഷ്ട്രീയ പാർട്ടി ഓഫീസുകൾ മുതൽ മാധ്യമ സ്ഥാപനങ്ങൾ വരെ, നിർമ്മാണ സൗകര്യങ്ങൾ, ബിസിനസ്സുകൾ, കടകൾ, വാണിജ്യ സ്ഥാപനങ്ങൾ മുതൽ ആശുപത്രികൾ, പോലീസ് സ്റ്റേഷനുകൾ വരെ. കാഠ്മണ്ഡുവിലെ ഹിൽട്ടൺ ഹോട്ടൽ പൂർണ്ണമായും കത്തിനശിച്ചു. പൊതു സ്വകാര്യ സ്വത്തുക്കൾക്കെതിരായ പൊതുജന രോഷത്തിന്റെയും അഴിമതിക്കും ചൂഷണത്തിനുമെതിരായ രോഷത്തിന്റെയും പ്രതീകമായി ഈ ഒരു കലാപം മാറുകയായിരുന്നു. അങ്ങനെ ഈ ഒരു കലാപം അല്ലെങ്കിൽ ഈ ഒരു അക്രമം ഒരേ സമയം ഒരുതരം വിദ്വേഷ പ്രകടനവും അതുപോലെ അനുകരണീയവുമായിരുന്നു. അതായത് ഈ യുവജനങ്ങളുടെ കുമിഞ്ഞുകൂടിയ നിരാശയെ പുറത്തുവിടുന്ന ഒരുതരം വിദ്വേഷ പ്രകടനമായിരുന്നു ഈ ഒരു കലാപം. യുവാക്കൾ അവരുടെ പാതയിൽ കണ്ട് എല്ലാം കത്തിച്ചു. മുമ്പ് തൊട്ടുകൂടാത്ത സ്ഥാപനങ്ങളുടെ മേൽ അധികാരം സ്ഥാപിച്ചു. മിക്ക അവസരങ്ങളിലും നശിപ്പിക്കപ്പെട്ട കടകളിൽ നിന്നോ സ്വകാര്യ വസതികളിൽ നിന്നോ ഉള്ള വസ്തുക്കൾ കൊള്ളയടികൾ ഇടയ്ക്കിടെ നടന്നിരുന്നുവെങ്കിൽ പോലും കൊള്ളയടിക്കുന്നതിന് പകരം നിലത്തെറിയുകയും നശിപ്പിക്കുകയും ഒക്കെയാണ് ഇവർ ചെയ്തത്. അത് ശരിക്കും അവസരവാദമല്ല, മറിച്ച് പ്രകടമായ കോപമാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. ഇനി അനുകരിച്ചു എന്ന് പറഞ്ഞതിന്റെ വസ്തുതയാണ്. 2022 ശ്രീലങ്കയിൽ യുവാക്കൾ നയിച്ച പ്രക്ഷോഭത്തെയും അതുപോലെ 2024 ഒരു പരിധിവരെ ബംഗ്ലാദേശിനെയും പകർത്തിയ രീതിയിലാണ് അക്രമത്തിന്റെ അനുകരണ സ്വഭാവം. നേപ്പാളിലെയും ശ്രീലങ്കയിലെയും പ്രതിഷേധങ്ങളിൽ ഒരു സ്വാഭാവികതയുണ്ട്. ഓർഗനൈസേഷൻ കുറവാണ്, കൂടുതൽ ഓർഗാനിക് ആയിരുന്നു. അതിനാൽ ജനാധിപത്യ നവീകരണത്തിനുള്ള കൃത്യമായൊരു രൂപരേഖയില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു കലാപം നേപ്പാളിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു തിരിച്ചടിയാണ്. രാഷ്ട്രീയക്കാർ പൊതുവെ അവഗണിച്ചേക്കുന്ന പാഠങ്ങൾ അവരെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത്. ഭരണത്തിനും സംസ്ഥാന വിഭവങ്ങളും സ്ഥാപനങ്ങളും ഉന്നതർ പിടിച്ചെടുക്കുന്നതിനെതിരായ മുന്നറിയിപ്പാണ് നേപ്പാളിലെ അശാന്തി. യുവജനത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന കൂടുതൽ ഉത്തരവാദിത്വവും പ്രതികരണശേഷിയുമുള്ള ഒരു സർക്കാരിനുള്ള വ്യക്തമായ ആഹ്വാനമായിരുന്നു ഇത്. സൈന്യം അധികാരമേറ്റതിനു ശേഷം നേപ്പാളിൽ നിലനിന്ന അശാന്തിക്ക് ആയുസ് കുറവായിരിക്കാം. നേപ്പാളിലെ മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കാർക്കി പോലുള്ള ചില പേരുകൾ ഒരു ഇടക്കാല സർക്കാരിന്റെ ചുമതല ഏറ്റെടുക്കാൻ വേണ്ടി ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒന്നുണ്ട്. ശ്രദ്ധേയമായി തന്നെ പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയക്കാരും അഴിമതിക്കാരാണ്. പ്രധാനമന്ത്രിയും പ്രസിഡന്റും ജെൻസിയിൽ നിന്നുള്ളവരായിരിക്കണമെന്ന ജെൻസിയുടെ വാക്കുകളിൽ നിന്ന് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഈ വാക്കുകൾ മാറിയത് ഇങ്ങനെയാണ്: നമുക്ക് നേതൃത്വം ഏറ്റെടുക്കാൻ കഴിയില്ല, നേതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടത്ര പക്വത പ്രാപിക്കാൻ ഞങ്ങൾക്ക് സമയമെടുക്കും. ഇങ്ങനെ ആയിട്ടുണ്ട് കാര്യങ്ങൾ. ഈ ഒരു മാറ്റം നല്ലതാണെന്ന് പ്രതീക്ഷയേകുന്നതുമാണ്. നേപ്പാളിന് ഇപ്പോൾ വേണ്ടത് ശരിക്കും സ്ഥിരതയും പരിഷ്കാരങ്ങളുമാണ് എന്ന് ഉറപ്പാണ്. ജനാധിപത്യത്തിലും അതിന്റെ സ്ഥാപനങ്ങളിലുമുള്ള വിശ്വാസം പുനഃസ്ഥാപിക്കുക എന്നത് മാത്രമാണ് ബാക്കി വഴിയെ സംഭവിക്കും.